നീ എന്ന ഞാൻ എന്ന അക്ഷരങ്ങൾ തെരുവിലായുധമേന്തിയ നേരങ്ങളിൽ, നീ എന്ന ഞാൻ എന്ന അക്ഷരങ്ങൾ തെരുവിലായുധമേന്തിയ നേരങ്ങളിൽ, അരുതെന്ന അല്പാക്ഷരത്തിന്റെ ചിറകുള്ളിൽ വിറപൂണ്ട ചിത്രം വരച്ചതാരാ? അരുതെന്ന അല്പാക്ഷരത്തിന്റെ ചിറകുള്ളിൽ വിറപൂണ്ട ചിത്രം വരച്ചതാരാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊടപിടിക്കുമെന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെയാണ് നൗഷാദ് വട്ടൂരി. ചില കിതാബുകളൊക്കെ അറബിയിലുള്ളത് തപ്പിത്തടഞ്ഞ് വായിക്കാൻ കഴിയും. നൗഷാദിനെ പോലെ തന്നെയുള്ള വഹാബികളോട് പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് തോന്നിയപ്പോൾ ഞാനാണ് ഏറ്റവും വലിയ ഷെയ്ഖ്, എന്നെക്കാളും വലിയോൻ ആരുമില്ല എന്ന ഒരു കിബിറ് വന്നുപോയി. അവനേക്കാളും വലിയൊരു കിബിറനായ ഒരു ചേക്കുട്ടിയെയും അവന് കിട്ടി. സാക്ഷാൽ കോമാട്ട് ജാലിൽ അബ്ദുള്ള. നൗഷാദും കോമാട്ട് ജാലിൽ അബ്ദുള്ളയും മാത്രമാണ് ഷെയ്ഖുനമാര്. മറ്റാരെയും ഷെയ്ഖ് എന്ന് വിളിക്കാൻ പറ്റൂല. ഷെയ്ഖുന എന്ന് ഇന്ന് ലോകത്ത് വിളിക്കാൻ ആരെങ്കിലും അധികാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കോമാട്ട് ജാലിൽ അബ്ദുള്ളയും നൗഷാദ് വട്ടൂരിയും മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്താഗതിയാണ് ഈ വട്ടൂരി നൗഷാദിനും കോമാട്ട് ജാലിൽ അബ്ദുള്ളക്കുമുള്ളത്. തെറിയൂരി കുഞ്ഞാമേനും സമദ് ആനവാരിക്കും യോജിപ്പില്ല, അസ്വാരസ്യങ്ങളുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ടും അവർ അത് നിഷേധിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടും, നിഷേധിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ ആ വിഷയം പറയാമെന്നും ഓർമ്മപ്പെടുത്തി. സ്വാഭാവികമാണ്, അവനവനെപ്പോഴോ കേട്ടുപഠിച്ചത് അതാണ് ശരിയെന്ന് പലപ്പോഴും തോന്നിപ്പോവല്. അതിനെതിരായി എവിടെന്നെങ്കിലും കേട്ടാല് അത് കാണാത്തത് കൊണ്ട് തന്നെ അതിനെ എതിർക്കുക എന്നുള്ളത് അത് തെറ്റാണെന്ന് എടുത്തു ചാടി പറയുക എന്നുള്ളത് കിബറന്മാരുടെ ഒരു സ്വഭാവമാണ്. അബുൽ ഇൽമൈനി എന്ന സ്ഥാനപ്പേര് റിഫായി ഷെയ്ഖിന് ഉള്ളതായി നൗഷാദ് അറിയില്ല. അലമൈനി എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനാണ് വലിയ ഷെയ്ഖ് എന്ന വിചാരമുള്ള നൗഷാദ് ഉസ്താദുമാരെ പരിഹസിക്കാൻ തുടങ്ങി. നൗഷാദിന്റെ അടുത്ത് തെറ്റിപ്പോയതാണ്, അത് തിരുത്താവുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ കരുതി. അവന് തിരുത്താനുള്ള അവസരം കൊടുത്തു. ഉസ്താദുമാരുടെ പൊരുത്തവും കുരുത്തവുമുള്ള നന്നായി കിതാബോധി പഠിച്ച സുന്നി പണ്ഡിതന്മാർ കിതാബിന്റെ ഉദ്ധരണികൾ വെച്ചുകൊണ്ട് അവന് പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ നന്നാവൂലമ്മാവ, എന്നെ തല്ലണ്ടെന്ന് പറഞ്ഞ പോലെ നൗഷാദ് അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഞാൻ വലിയ ഷെയ്ഖാണെന്ന് പലരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതെങ്ങാനും എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞാൽ ഞാൻ ഷെയ്ഖാണെന്ന് ധരിക്കുന്നവര് എന്താ കരുതുക എന്ന് വിചാരിച്ചിട്ട് ആ പറഞ്ഞതിൽ തന്നെ കടിച്ചു തൂങ്ങി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയതാണ്, എനിക്കറിയാത്തത് കൊണ്ട് സംഭവിച്ചതാണ്, അലമൈനി എന്ന് മാത്രമേ ഉള്ളൂ, ഇൽമൈനി എന്നില്ല എന്നാണ് എൻ്റെ ധാരണ, അതുകൊണ്ട് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിച്ചു. അവനോടുള്ള മതിപ്പ് അവന്റെ കൂടെ ഉള്ളവർക്കെങ്കിലും ഉണ്ടാവുമായിരുന്നു. ഇത് അവർക്ക് പോലും മതിപ്പ് നഷ്ടപ്പെടുന്ന രൂപത്തിലാണ് ഇപ്പോൾ അവന്റെ സംസാരം. ഉസ്താദുമാര് പഠിപ്പിച്ചു കൊടുത്തപ്പോ പറയാണ് മിസ്റിലുള്ള ആളെ ഇത് വെച്ചാന്നാ പറഞ്ഞ. അതൊന്ന് കേട്ടുവെക്ക. ഈ ഇബാറത്ത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ആൾക്കാര് പിറ്റേ ദിവസം വിളിയല്ലേ, ഭയങ്കര വിളി. ആ ഇബാറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കിതാബിലുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് തെറ്റിയില്ലേ? നമ്മൾ ഒറ്റ ചോദ്യാ ചോദിച്ച്. ഇബാറത്തും കിതാബും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അറബി അറിയുന്നവൻ അവന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് അറബി അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് 4 അറബി വാക്കുണ്ടാക്കിയാൽ അതിന്റെ പേരല്ല കിതാബ് എന്നുള്ളത്. വെല്ലുവിളിക്കുന്നു ഞാൻ. ഈ വാളക്കുളമല്ല, നിങ്ങളുടെ സാക്ഷാൽ മുഷാവറ വന്നാലും ആധികാരികമായ ഒരു ഇമാമിന്റെ കിതാബിൽ നിന്ന് ആ ഇബാറത്ത് കൊണ്ടുവരാൻ ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് സാധ്യമല്ല. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവരി, വ്യാജം മാത്രം. നൗഷാദെ, മനുഷ്യന്മാർക്ക് പറഞ്ഞതാ നാണവും മാനമൊക്കെ, മൃഗങ്ങൾക്ക് പറഞ്ഞല്ല. നിന്റെ വെല്ലുവിളി കേട്ടാ തോന്നൂ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നീ ഇപ്പൊ അതിന് തയ്യാറാവും. പണ്ടൊരാള് പറഞ്ഞു, എന്റെ മുന്നിൽ എങ്ങാനും കിട്ടിയാണ്ടല്ലോ ഇന്നാ ശരിയായി തരാം, എന്നാ ഞാൻ മുന്നിലേക്ക് വരാം എന്ന് പറഞ്ഞാലോ പിന്നെ മിണ്ടാട്ടില്ല. ഇതുപോലെയാ നിന്റെ വെല്ലുവിളി.
വെല്ലുവിളിച്ചിട്ട് ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തപ്പോ ഏതെങ്കിലും ഒന്നിനെ നേരിടാൻ നിനക്ക് ധൈര്യം ഉണ്ടായോ? മുഷാവറ അംഗങ്ങളൊന്നും വേണ്ട. വിവരമില്ലാത്ത നിനക്ക് നിന്നേക്കാളും വിവരമുള്ള ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ കൊണ്ടുവരാം ഈ കിതാബ്. നീ തയ്യാറുണ്ടോ? നിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്നെ നേരിടാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഞാൻ ഒരുപാട് ആളിനോട് പറഞ്ഞു, ഉണ്ടെങ്കിൽ അറിയിക്കും. ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കുന്ന പോലെ 4 കുരുവട്ടൂരികളെ മുമ്പിൽ വെച്ച് വെല്ലുവിളിച്ചാ പോരാ. ആ വെല്ലുവിളി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നേരിടാൻ തയ്യാറാവണം. ഞാൻ ഒരുപാട് ആളിനോട് പറഞ്ഞു, ഇപ്പൊ ഞാൻ ഒറ്റ ചോദ്യമാണ് ചോദിച്ചു, ഏത് ഇമാമ് ഏത് കിതാബ്? അപ്പൊ ഒരുത്തം പറഞ്ഞു, ഞാൻ അയാളോട് ചോദിച്ചു ഇപ്പൊ കൊടുന്നരാം, ഇതുവരെ കൊടുന്നിട്ടില്ല. ഒരാൾ അയാളോട് പോയി ചോദിച്ചു, ചിലപ്പോ പറഞ്ഞു കിതാബിലുണ്ട്, ഇപ്പൊ പറഞ്ഞില്ല. പറഞ്ഞു തരാനുണ്ടാകണ്ടേ? ഇവിടെ കിതാബാണ് കൊണ്ടുവരേണ്ടത്, കിതാബിന്റെ ഉദ്ധരണിയാണ് കൊണ്ടുവരേണ്ടത്. നൗഷാദെ, കണ്ട ആപ്പ ഉപ്പകൾ വന്ന് ചോദിക്കുമ്പോ എടുത്തു കൊടുക്കാനുള്ള എല്ലാ തെളിവുകള് നീ സമസ്ത മുഷാവറ അംഗങ്ങൾ തന്നെ വരണമെന്ന് പറയലുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്കും ഒരു വാശി ഉണ്ടാവുമല്ലോ, നീ എങ്കിലും വരണോ? കിതാബ് പറയണോ? നീ വന്നു കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ തരാം. ധൈര്യം ഉണ്ടോ നിനക്ക് വരാൻ? ഉണ്ടെങ്കിൽ ആ ധൈര്യം കാണിക്ക്, നീ ആളാണെന്ന് തെളിയിക്ക്. മാത്രമല്ല, അബുൽ ഇൽമൈനി എന്ന് കിതാബിൽ കാണിച്ചാല് 33 ലക്ഷം ഉറുപ്യ തരാന്ന് പറഞ്ഞിരുന്നു. ഒരു പോസ്റ്റർ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ തന്തനെയും തള്ളനെയും തേടി ഞാൻ കുറേയായി നടക്കുന്നു. അപ്പൊ അതൊക്കെ നിലനിൽക്കുന്നുണ്ട്. തന്നെ നീ വരണം. 33 ലക്ഷം ഉറുപ്പ്യയും കൊണ്ടുവന്നോ? തയ്യാറാണോ? ധൈര്യം ഉണ്ടോ? അപ്പൊ കാണിച്ചു തരും. എന്താ സംഭവം എന്ന് നിങ്ങള് ഗൂഗിളിൽ അടിച്ചു നോക്കിയതാ സാധു. ഗൂഗിളാപ്പോ വലിയ പ്രമാണം. ഗൂഗിളിൽ ഏതോ ഒരു ചങ്ങായി എഴുതി കൊടുത്ത തുണ്ട ഇബാറത്തായിട്ട് നമ്മളെടുത്ത് വന്നാൽ അംഗീകരിക്കോ? ആ എഴുതി വെച്ച ആള് മിസ്രിലുള്ള ആളാ, അയാൾ ജീവിച്ചിരിപ്പുള്ള ആളാണ്. ഞങ്ങൾ അയാളായിട്ട് ബന്ധപ്പെട്ടു. അയാൾ എഴുതി വെക്കാൻ വല്ല പ്രമാണവും നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ആരോ പറഞ്ഞു കേട്ട് എഴുതിയതാണ്, എനിക്ക് അതിനൊരു പ്രമാണമില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതോ ഒരാള് പിന്നെ കൊട്ടുകര പറഞ്ഞതിന്റെ പോരെ, വേറെ തെളിവാണോ? കേട്ടോങ്ങള്, ഈ ജാതി നട്ടാൽ മുളക്കാത്ത നുണ പറയാൻ ഈ ചങ്ങാതിക്ക് യാതൊരു ഉളുപ്പുമില്ല. ഇവനെ വട്ടൂരി നൗഷാദ് എന്നല്ല വിളിക്കേണ്ടത്, കുർവാൻ നൗഷാദ് എന്നാ വിളിക്കേണ്ടത്. ആ ജാതി കള്ളനാണ് ഇവൻ. മിസ്രിലുള്ള ആരോ ഒരാൾ എഴുതി വെച്ചു. അയാൾ ഇവൻ വിളിച്ചിട്ട് അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അപ്പൊ അയാൾ ഇങ്ങോട്ട് പറഞ്ഞു, എന്നോട് ആരോ പറഞ്ഞു തന്നനുസരിച്ച് ഞാൻ എഴുതിയതാണ്, അല്ലാതെ എനിക്ക് യാതൊരു തെളിവും കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലല്ല എഴുതി വെച്ചതെന്ന് മിസ്രിലുള്ള ആൾ ഇവനോട് പറഞ്ഞു പോലും. എന്തിനിങ്ങനെ പച്ച നുണ പറയണം ചങ്ങാതി? നിനക്ക് തെറ്റിപ്പോയെങ്കിൽ തെറ്റ് സംഭവിച്ചു പോയതാണ് എന്നങ്ങ് പറഞ്ഞാ പോരെ? ആരെങ്കിലും നിന്നെ പിടിച്ചു വീഴുമോ? നിനക്ക് ഇൽമില്ല എന്ന് ആരെങ്കിലും നിന്നെ വിലയിരുത്തി കളയുമോ എന്ന പേടിയാണോ? നീ എന്തിനാ പേടിക്കുന്നത്? നീ നിന്റെ സ്വന്തം വക പറഞ്ഞല്ലോ, നീ ഒരു മൈക്ക മാത്രല്ലേ. കോമാട്ടുകാലിൽ അബ്ദുള്ള പറഞ്ഞല്ലേ, ഓന്റെ നിർദ്ദേശപ്രകാരം ഞാൻ പറഞ്ഞു പോയതാണ്, ഞാൻ വെറും മൈക്ക മാത്രാണ് എന്ന് പറഞ്ഞാ പോരെ? കഴിച്ചിലായില്ലെങ്കിൽ പിന്നെ ഇഞ്ഞെന്തിനാ ബേജാറാന്ന്? നീ എന്തിനാ തെറ്റിന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ ഈ നൗഷാദിനെ വെല്ലുവിളിക്കുകയാണ്. മിസ്രിലുള്ള ആളെ ബന്ധപ്പെട്ടുകൊണ്ട് മിസ്രിലുള്ളയാൾ അങ്ങനെ പറഞ്ഞതായി തെളിയിക്കാൻ സാക്ഷാൽ കോമാട്ടുകാലിൽ അബ്ദുള്ളക്ക് പോലും കഴിയില്ല. വെല്ലുവിളിക്കുകയാണ് തെളിയിക്കാൻ. കള്ളത്തരം പറയാൻ ഇത്രയും നാണവും മാനവും ഇല്ലാത്തൊരു സാധനം. ഇനി അടുത്ത് പറയുന്ന കേട്ടോ, ഏതാ കിതാബ് എന്നറിയോ? ഏതാ കിതാബ്? മർക്കസിലെ ഒരു മുദർരിസ് എഴുതി കൊടുത്ത ഇബാറത്ത്. നിങ്ങൾക്കൊക്കെ നല്ലത് വല്ല പൂള കുത്താൻ പോല. മർക്കസിലെ ഒരു മുദർരിസ് പ്രസംഗിക്കുക, അതിന്റെ രേഖ വേറൊരു മുദർരിസ് എഴുതിയ കിതാബ്, അയാളെ വകയിൽ എഴുതിയ കിതാബ്. കേട്ടില്ല നിങ്ങള്? ഈ കള്ളന്മാരെ, ക്രിമിനലുകളൊക്കെ പിടിക്കാന് പോലീസുകാർക്ക് കഴിയുന്ന എന്തുകൊണ്ടാണെന്നറിയാം? ഏത് കള്ളനായാലും ഏത് ക്രിമിനൽ ആയാലും അവനത് ചെയ്തു പോകുമ്പോ അവനെ പിടിക്കാനുള്ള ചെറിയൊരു പോയിന്റ് അവൻ പോലും അറിയാതെ ആ കള്ളൻ, ആ ക്രിമിനൽ ബാക്കി വെച്ചിട്ട് പോകും. ആ പോയിന്റ് അനുസരിച്ചാണ് പിന്നീട് പോലീസുകാര് ആരാണ് കൊന്നത്, ആരാണ് കട്ടത്, ആരാണ് കവർച്ച നടത്തിയത്, കൊള്ളയടിച്ചത്, ആക്രമിച്ചതെന്ന് കണ്ടുപിടിക്കല്. ഇതുപോലെ നൗഷാദ് എന്ത് കള്ളത്തരം പറഞ്ഞാലും അവൻ പോലും അറിയാതെ നൗഷാദ് കള്ളനാണെന്ന് വിളിച്ചറിയിക്കുന്ന ഒരു പോയിന്റ് നൗഷാദ് അവിടെ ബാക്കി വെച്ചിട്ട് പോകും. നൗഷാദ് അല്പം മുമ്പ് പറഞ്ഞു, നിങ്ങൾ കേട്ടല്ലോ, റിഫായി ഷെയ്ഖിന്
അബുൽ ഇൽമൈനി എന്നൊരു സ്ഥാനപ്പേര് ഇല്ല. അത് മിസ്രിലുള്ള ഏതോ ഒരു ചങ്ങാതി റിഫായി ഷെയ്ഖിന്റെ പേരിൽ കെട്ടിവെച്ചതാണ്. അങ്ങനെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അറബിയിൽ അത് എഴുതി വെക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അത് മിസ്രിലെ ഉൽപ്പന്നമാണ് എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പൊ പറയുന്നതോ മിസ്രിലുള്ള ഉൽപ്പന്നമല്ല, അത് മർക്കസിലെ ഉൽപ്പന്നമാണ്. മർക്കസിലെ മുദരിസ് എഴുതി വെച്ചതാണ്. അല്ലാതെ റിഫായി ഷെയ്ഖിന് അബുൽ ഇൽമൈനി എന്നൊരു സ്ഥാനപ്പേരില്ല, അത് മർക്കസിന്റെ സംഭാവനയാണ് എന്നാണ് ഇപ്പൊ പറയുന്നത്. നൗഷാദെ, ഏതാണ് കളവ്, ഏതാണ് സത്യോ, നീ തന്നെ ഒന്ന് തുറന്നു പറ. എന്നിട്ട് മിസ്രിൽ ഉൽപ്പന്നാണോ മർക്കസിൽ ഉൽപ്പന്നാണോ എന്നൊന്ന് പറയണേ. അതിന് മുമ്പ് നിനക്ക് ഞാൻ 1-2 ക്ലിപ്പുകളൊക്കെ കേൾപ്പിച്ചു തരാം. അഷേഖ് റിഫായി എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും അവരുടെ പൂർണ്ണനാമം അഷേഖ് അൽ ഇമാം സയ്യിദ് അബുൽ അബ്ബാസ് അഹ്മദുൽ കബീർ റിഫായി അൽ ഹുസൈനി എന്നാണ്. സ്ഥാനപ്പേരുകൾ അബുൽ ഇൽമൈൻ, 2 ഇൽമിന്റെ ഉടമ. 2 ഇൽമു പറഞ്ഞാൽ ഇൽമുൽ ലാഹിർ, ഇൽമുൽ ബാത്തുന്, ഇൽമു ശരിയ, ഇൽമുൽ ഹഖ്, ഇൽമു തരീഖ, ഇതാണ് ഉദ്ദേശം. അതുപോലെ തന്നെ സുൽത്താനുൽ ആരിഫീൻ, ഷെയ്ഖു ത്വറായിഖ്, അഷെയ്ഖുൽ കബീർ, ഉസ്താദുൽ ജമാഅ എന്നെല്ലാം അവരുടെ ലഖബ് സ്ഥാനപ്പേരുകളാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു അതുപോലെ ധാരാളം വർഷം ഇൽമു പഠിക്കാൻ വേണ്ടി ചെലവഴിച്ചവരായിരുന്നു. ആ മഹാനുഭാവന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് അബുൽ ഫദ്ൽ വാസിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത്, താൻ 20 വയസ്സാകുന്ന കാലത്ത് തന്നെ മഹാനുഭാവന്മാരായ പണ്ഡിതന്മാരായ ഉസ്താദുമാർ തനിക്ക് എല്ലാ ഇൽമുകളും പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഇജാസത്ത്, അഥവാ 20 വയസ്സാകുമ്പോഴേക്ക് എല്ലാ ഇൽമിലും പരിജ്ഞാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ഇൽമുകളും പഠിപ്പിച്ചു കൊടുക്കാനുള്ള സമ്മതം, ഇജാസത്ത് ഉസ്താദുമാർ നൽകി. തന്നെയുമല്ല, ആ മഹാനുഭാവന് ശരീഅത്തിന്റെയും ത്വരീഖത്തിന്റെയും 2 ലാഹിറും ബാത്തിനിയുമായ 2 പേരുമുള്ളത് കൊണ്ട് അബുൽ ഇൽമൈൻ, 2 ഇൽമിന്റെയും ഉടമസ്ഥൻ എന്ന ഒരു അപരനാമം കൂടി മഹാനുഭാവന് ഉണ്ടായിരുന്നതായ ചരിത്രം പറയുകയാണ്. നിസ്കാരം കഴിഞ്ഞാൽ വേഗം നിസ്കാരം കഴിഞ്ഞാൽ നസിഹത്ത് തുടങ്ങും. അറിയാത്ത ഇൽമില്ലാത്തത് അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ അബുൽ ഇൽമൈൻ എന്നാണ് അവരുടെ മറ്റൊരു ഓമന പേര്. അതായത് ഇൽമുൽ ലാഹിരിയും ഇൽമുൽ ബാത്തിനിയും നിറകുടമായിരുന്നു ആര്? അഹ്മദുൽ കബീർ. അതുകൊണ്ട് അദ്ദേഹത്തിന് അബുൽ ഇൽമൈൻ എന്ന പേരുണ്ട്. 2 ഇൽമും. പച്ചക്കള്ളം മാത്രം പറയുന്നവർ, വഞ്ചകന്മാരെ. കേട്ടല്ലോ നൗഷാദെ, ഒന്ന് മുഹമ്മദ് ബാക്കവിയാണ്, ഒന്ന് PKS ദാരിമിയാണ്, മറ്റൊന്ന് റഹ്മത്തുള്ള ഖാസിമിയാണ്. ഇവർ മർക്കസിലുള്ള ഉൽപ്പന്നമാണോ സ്വീകരിച്ചത്, മിസ്രിലുള്ള ഉൽപ്പന്നമാണോ സ്വീകരിച്ചത് എന്നൊന്ന് നീ പറയണം. പോരാ, ഈ 3 പണ്ഡിതന്മാരും അവരും ദജ്ജാലുകളാണോ കദ്ദാബുകളാണോ? നൗഷാദ് തുറന്നു പറയണം. നൗഷാദ് ഇരട്ടത്താപ്പ് നയം കാണിക്കരുത്. ഒരാൾ പറയുന്നതിനെ എതിർക്കാതിരിക്കുകയും മറ്റേയാൾ പറയുന്നതിനെ എതിർക്കുകയും ചെയ്യുന്ന ഇരട്ട മുഖമുള്ളവർക്ക് ഇസ്ലാം ഒരു പ്രത്യേക സ്ഥാനം കൽപ്പിക്കുന്നുണ്ട്. ഇനി റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞത് ഈ ചങ്ങാതിന്റെ അടുത്ത് കിട്ടിയപ്പോ അതിനെ സംബന്ധിച്ച് എന്താ പറയുന്നെന്ന് കേട്ടോക്കിയാ. എന്നിട്ട് പൊരുത്തം വിളിച്ചു പറയാ, വേറൊരു പ്രഭാഷകന്റെ ക്ലിപ്പിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ഖാസിമിന്റെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെയും നേരത്തെ നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ ലുഗവിയ ഒരു നിഗമനം പറഞ്ഞതാണ്. ഞങ്ങൾ ചോദിച്ച ലുഗവിയായ ഭാഷാർത്ഥത്തിലുള്ള നിഗമനല്ല, നീ ആര് പറഞ്ഞാലെന്താ. കേട്ടല്ലോ, ഏതോ ഒരു പ്രഭാഷകൻ, പേര് പറയുന്നില്ല, ഏതോ ഒരു പ്രഭാഷകൻ, അവസാനം കാസിമിയ അത്തുംബിത്തും പറയും പോലെ. എന്നിട്ട് അത് നിഗമനാണ്. ആരാ ഇവനോട് പറഞ്ഞത്? റഹ്മത്തുള്ള ഖാസിമി നിഗമനം പറഞ്ഞാന്ന്. കള്ളത്തരം പറയില്ല, നിഗമനം പറഞ്ഞാന്ന് റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയിപ്പിക്ക് റഹ്മത്തുള്ള ഖാസിമിയെ കൊണ്ട് നിഗമനം പറഞ്ഞതാണെന്ന്. വെറുതെ പച്ച നുണ പറയാ.
മാത്രവുമല്ല കൊട്ടൂക്കർ ഉസ്താദിനെ ദജ്ജാൽ എന്ന് വിളിച്ച SSFന്റെയും SYSന്റെയും പ്രവർത്തകരെ ദജ്ജാൽ എന്ന് വിളിച്ച സമസ്തയുടെ മഹോന്നതരായ മുഷാവറ അംഗങ്ങളെ ദജ്ജാൽ എന്ന് വിളിച്ച നൗഷാദ് പറയണം, ഈ 3 പ്രഭാഷണം ഞാൻ കേൾപ്പിച്ചല്ലോ, അവരും ദജ്ജാലുകളാണോ? അതല്ല, നൗഷാദും കോമാട്ടിജാലിൽ അബ്ദുള്ളയുമാണോ യഥാർത്ഥ ദജ്ജാലുകൾ, യഥാർത്ഥ കല്ലാബുകൾ എന്ന് ലോകം തിരിച്ചറിയട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.